കണ്ടില്ലേ, നരബലി കേസായിട്ടുള്ള നമ്മളെ ഇലന്തൂര് കേസ് എല്ലാവർക്കും അറിയുന്നതാവും. കട്ടപ്പനയിലെ കേസും എല്ലാവർക്കും അറിയുന്നതാവും അല്ലെ. എന്തിനു പറയുന്നു, റീസെന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീഷ്മ ഷാരൂണിനെ വിഷം കൊടുത്തു കൊന്നു. ഈ കേസും അന്ധവിശ്വാസം കൊണ്ടുണ്ടായതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? എല്ലാത്തിന്റെ പിന്നിൽ ഒരു ജ്യോത്സ്യനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം. ഈ ഒരു കാലഘട്ടത്തിലും ഈ ജ്യോത്സ്യന്മാരൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്ക് അടിമയായിക്കൊണ്ട് ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ജ്യോത്സ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്ന് വിശ്വസിക്കുകയും നേരെ തിരിച്ച് ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി അത് മോശമാണെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അന്ധവിശ്വാസങ്ങൾ എന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ ഇപ്പൊ ഇതാ ഈ ഒരു പാലക്കാട് നടന്ന ഈ ഒരു കേസിൽ ഒരു വീട്ടിലെ 3 പേരെയാണ് നഷ്ടപ്പെട്ടത്. ആദ്യം ആ വീട്ടിലുള്ള ഒരു വീട്ടമ്മയെ വെട്ടിക്കൊല്ലുന്നു. അത് കഴിഞ്ഞ് പരോളിലൊക്കെ ഇറങ്ങി വീണ്ടും വന്നുകൊണ്ട് ആ വീട്ടിലെ 2 പേരെയും കൂടി കൊല്ലുന്നു, ഭർത്താവിനെയും അവരുടെ അമ്മയെയും. ഇയാളിത് ചെയ്യാൻ